എറണാകുളത്ത് നല്ല മഴയാണ്. നദികളിൽ പലയിടത്തും ജലനിരപ്പ് ഉയരുന്നുണ്ട്. തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മുന്നറിയിപ്പ് വരുന്നത്. മലയോര മേഖലയിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അരുൺ സോളമനും SS ശരണും അഭിജിത്ത് മുഴക്കുന്നുമാണ് നമ്മോടൊപ്പം 3 റീജിയനുകളിലായി വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. നമുക്ക് അരുൺ സോളമനിലേക്ക് പോയാൽ, അരുൺ, ഇന്നിപ്പോൾ യെല്ലോ അലേർട്ടാണ് 5 ജില്ലകളിലുള്ളത്. മറ്റിടങ്ങളിലൊക്കെ ഗ്രീൻ അലേർട്ടാണ്. അതുകൊണ്ട് മഴ മുന്നറിയിപ്പിൽ വലിയ മഴയുണ്ടാകുമെന്നില്ല. പക്ഷേ രാത്രി മുഴുവൻ പലയിടത്തും മഴ പെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു അല്ലേ? വിനീത, തീർച്ചയായിട്ടും സംസ്ഥാനത്ത് ആശ്വാസകരമാണെന്ന് നമുക്ക് പറയുമ്പോഴും ഇന്നിപ്പോൾ ഈ വടക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിലുള്ള ന്യൂനമർദ്ദം ഇന്ന് ശക്തി പ്രാപിച്ച് ബംഗാൾ തീരം തൊടുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ നിലവിലുള്ള യെല്ലോ അലർട്ടുകൾ വരുന്ന മണിക്കൂറുകളിൽ മാറാനുള്ള ഒരു സാഹചര്യം നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. നിലവിൽ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് നിലവിൽ ഈ യെല്ലോ അലർട്ട് ഉള്ളത്. ഈ ജില്ലകളിൽ എന്തായാലും ശക്തമായിട്ടുള്ള മഴ ഇന്ന് ലഭിക്കും. മറ്റ് ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായിട്ടുള്ള ഇടിമിന്നലോടുകൂടിയ മഴ ലഭിക്കുമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ ഇന്ന് സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട്. 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യത കൂടിയുണ്ട്. നിലവിൽ തലസ്ഥാനത്ത് നേരിയ മഴ മാത്രമാണ് ലഭിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മലയോര മേഖലയിലൊക്കെ മഴയുണ്ടെങ്കിലും ഡാമുകൾ നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല. അതേസമയം പത്തനംതിട്ട, അച്ചൻകോവിലർ അടക്കമുള്ള തീരങ്ങളിൽ നദീപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതുപോലെ വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നിപ്പോൾ കടൽക്ഷോഭത്തിന് കൂടി സാധ്യതയുണ്ട്. ശക്തമായിട്ടുള്ള വേലിയേറ്റം ഉണ്ടാകാനുള്ള സാധ്യതയാണ് നൽകിയിരിക്കുന്നത്. കടൽക്ഷോഭത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യത കൽപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിലവിൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് നിലവിൽ ഇന്നിപ്പോൾ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് വിനീത. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മരങ്ങളൊക്കെ കടപുഴകി വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്നാണ് അരുൺ പറയുന്നത്.